ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കഥയിലേക്ക് പോകാം. ഗോഡ്സില്ല വളരെ കാലമായിട്ട് എർത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവൻ ഗോഡ്സില്ല ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് തെളിക്കുന്ന പാതയിലൂടെയാണ് ഗോഡ്സില്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നള്ളിന്റെ ശത്രുക്കളെയെല്ലാം അവൻ ഗോഡ്സില്ല ഉപയോഗിച്ച് മുച്ചൂട് മുടിക്കുകയാണ്. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയെയും വക്കാണ്ടയുടെ ഇന്റർഗലാക്റ്റിക് എംപയറിനെയും നള്ളും ഗോഡ്സിലയും ഇല്ലാതാക്കിയിരിക്കുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോറും ഗലാക്ടസും അവർ തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച് യൂണിവേഴ്സിന് തന്നെ ഭീഷണിയായ ഗോഡ്സില്ല എന്ന ടൈറ്റനെ നേരിടാൻ ഒരുമിച്ചിരിക്കുന്നു. ഷിയാർ എന്ന എംപയറിനെ കൂടെ നശിപ്പിച്ചാൽ നള്ള് ഗോഡ്സിലെ അയക്കാൻ പോകുന്നത് എർത്തിലേക്കാണ്. ഷിയാർ എന്ന എംപയറിനെ മുച്ചൂട് മുടിച്ചോണ്ടിരിക്കുന്ന ഗോഡ്സിലെ തടയാൻ പവർഫുൾ മജസ്റ്റർ എന്നറിയപ്പെടുന്ന ഗ്ലാഡിയേറ്റർ അവിടേക്ക് എത്തുകയാണ്. ഒട്ടും സമയം പാഴാക്കാതെ അതിശക്തനായ ഗ്ലാഡിയേറ്റർ തന്റെ വലത്തെ കൈകൊണ്ട് ഗോഡ്സിലയ്ക്ക് അതിശക്തമായ ഒരു പഞ്ച് കൊടുക്കുന്നു. ഗ്ലാഡിയേറ്റർ തന്നെ കൊണ്ടാവുന്നത് പോലെയെല്ലാം ഗോഡ്സിലയോട് പോരാടി. എന്നാൽ ഗോഡ്സിലയുടെ വാല് കൊണ്ടുള്ള ഒരൊറ്റ അടിയിൽ ഗ്ലാഡിയേറ്റർ കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ട് വളരെ ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. നള്ള് വളരെ സന്തോഷത്തിലാണ്. വരൂ ഗോഡ്സില്ല, തിരികെ എർത്തിലേക്ക് പോകാം. എർത്തിൽ പോയിട്ട് നിന്നെ വെറുക്കുന്ന അവിടുത്തെ സൂപ്പർ ഹീറോസിനെ എല്ലാം നശിപ്പിക്കാമെന്നൊക്കെ നള്ള് പറഞ്ഞതും ഗോഡ്സില്ല അതിന് തയ്യാറാണെന്ന മട്ടിൽ അതിശക്തമായിട്ട് അലറുകയാണ്. ഗോഡ്സില്ലയുടെ ഗർജനം അങ്ങകലെ വിദൂരത്തിലെ ഒരു നെബുലയിൽ ഉറങ്ങിക്കിടക്കുന്ന 3 തലയുള്ള കിങ് ഗിഡോറ എന്ന ടൈറ്റൻ കേൾക്കുകയാണ്. ഗോഡ്സില്ലയ്ക്ക് മറുപടി എന്നവണ്ണം കിങ് ഗിഡോറയും ഗർജിച്ചുകൊണ്ട് ഒട്ടും സമയം പാഴാക്കാതെ ഗോഡ്സിലെ ലക്ഷ്യമാക്കി പോകുന്നു. ഇതേ സമയത്ത് നള്ള് തന്റെ സിംബിയോട്ടുകളുടെ സഹായത്തോടെ ഗോഡ്സിലയും എടുത്തുകൊണ്ട് എർത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് വളരെ വേഗത്തിൽ പറന്നെത്തിയ കിങ് ഗിഡോറ ഗോഡ്സിലെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഷിയാറിന്റെ എംപയറിലേക്ക് വന്ന് വീഴുകയാണ്. ഗോഡ്സിലയും കിങ് ഗിഡോറയും മുഖാമുഖം നോക്കി നിൽക്കുന്നത് കണ്ട ഷിയാറിന്റെ എംപ്രസായ ലിലാൻഡ്ര ഷിയാറിന്റെ ജനങ്ങളോട് ഗ്ലാഡിയേറ്റർ ഇല്ലാതായിരിക്കുന്നുവെന്നും എല്ലാവരും ഷിയാർ എംപയറിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു പോകണമെന്നും ആജ്ഞാപിക്കുന്നു. കിങ് ഗിഡോറയും ഗോഡ്സിലയും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ളിന്റെ സഹായം ഉണ്ടായിട്ട് പോലും കിങ് ഗിഡോറയോട് പോരാടാൻ ഗോഡ്സില പാടുപെടുന്നുണ്ട്. കിങ് ഗിഡോറ തന്റെ ഗ്രാവിറ്റി ബീം ഗോഡ്സിലയ്ക്ക് നേരെ അയക്കുന്നതോടെ ആ ഗ്രാവിറ്റി ബീം ഏറ്റ ആഘാതത്തിൽ ഗോഡ്സില നിലം പതിക്കുകയും നള്ളിന്റെ സിംബിയോട്ടുകളുമായിട്ടുള്ള ഗോഡ്സിലയുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയുമാണ്. ഗോഡ്സില വിട്ടുകൊടുക്കുമോ? ഗോഡ്സില തന്റെ പവർഫുൾ അറ്റോമിക് ബ്രത്ത് ഗിഡോറയ്ക്ക് നേരെയും അങ്ങോട്ട് പ്രയോഗിക്കുന്നു. 2 ടൈറ്റൻസും പരസ്പരം കൊല്ലാനായിട്ടുള്ള മട്ടിൽ മുന്നോട്ട് കുതിക്കുകയാണ്. നള്ളിന്റെ സിംബിയോട്ടുകളുടെ സഹായത്തോടെ കിങ് ഗിഡോറയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച ഗോഡ്സില ഗിഡോറയുടെ ദേഹത്തിലൂടെ തന്റെ കൈകൾ കുത്തിയിറക്കുന്നു. അതെ, കിങ് ഗിഡോറയെ ഗോഡ്സില കൊന്നിരിക്കുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗിഡോറയെ നോക്കി നിൽക്കുന്ന ഗോഡ്സിലയുടെ പക്കലേക്ക് അതിഭീകര വലിപ്പമുള്ള ഒരു നിഴൽ എത്തുകയാണ്. അതെ, ആ നിഴൽ മറ്റാരുടെയുമല്ല, ദി ഈറ്റർ ഓഫ് വേൾഡ്സ് എന്നറിയപ്പെടുന്ന ഗലാക്ടസിന്റേതായിരുന്നു. ഗോഡ്സിലെ കൊന്നാൽ ഗലാക്ടസിനെ ലൈഫ് ബ്രിങ്ങർ ആകാൻ താൻ സഹായിക്കാമെന്ന് റീഡ് റിച്ചാർഡ്സ് ഗലാക്ടസിന് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ഗോഡ്സില നോക്കുമ്പോൾ തന്നോളം വലിപ്പമുള്ള ഒരു ത്രെറ്റിനെയാണ് ഗോഡ്സില കാണുന്നത്. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് ഗലാക്ടസിന്റെ മുഖത്തിന് നേരെ പ്രയോഗിക്കുകയാണ്. ഗോഡ്സില ഒരു വട്ടം കൂടി തന്റെ അറ്റോമിക് ബ്രത്ത് ഗലാക്ടസിന് നേരെ പ്രയോഗിക്കാൻ തയ്യാറായതും മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞിട്ട് ഗലാക്ടസ് ഗോഡ്സിലയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. ഗലാക്ടസ് തന്റെ കോസ്മിക് പവർ ഉപയോഗിച്ച് ഗോഡ്സിലെ ഡിസിന്റിഗ്രേറ്റ് ചെയ്ത് ഒരു പ്യുവർ എനർജി ആക്കിയതിനു ശേഷം ഗോഡ്സിലെ ഗലാക്ടസ് അങ്ങ് വിഴുങ്ങി. ഗോഡ്സിലെ ഇല്ലാതാക്കി യൂണിവേഴ്സിനെ സംരക്ഷിച്ചതിന്റെ അഭിമാനത്തിൽ നിൽക്കുകയാണ് ഗലാക്ടസ്. എന്നാൽ ദ ഫാന്റാസ്റ്റിക് ഫോറിന് എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ്. തന്റെ നെഞ്ചില് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയ ഗലാക്ടസ് എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലാവുകയാണ്. ഗലാക്ടസിന്റെ നെഞ്ച് വീർക്കാൻ തുടങ്ങി. അതെ, ഗലാക്ടസിന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് റീജനറേറ്റ് ആയ ഗോഡ്സില പുറത്തേക്ക് എത്തുകയാണ്. ഗലാക്ടസിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് മനസ്സിലാക്കിയ ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവസാനം ദ ഈറ്റർ ഓഫ് വേൾഡ്സ് എന്നറിയപ്പെടുന്ന ഗലാക്ടസ് ചലനമറ്റ് നിലം പതിക്കുന്നു. റീജനറേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഗോഡ്സിലയുടെ ദേഹത്ത് മുഴുവൻ ഗലാക്ടസിന്റെ ചോരയും ഗലാക്ടസിന്റെ കോസ്മിക് പവേഴ്സിന്റെ റേഡിയേഷനുമാണ്. ഇതെല്ലാം കണ്ട ദ ഫാന്റാസ്റ്റിക് ഫോർ ഷിയാർ എംപയറിൽ നിന്ന് അല്ല, ഗോഡ്സിലയുടെ പക്കൽ നിന്ന് അവരുടെ സ്പേസ് ജെറ്റിൽ ജീവനെ കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് സൂപ്പർ ചാർജ് ചെയ്ത് ഒരൊറ്റ വട്ടം കൂടെ പ്രയോഗിക്കുന്നതോടെ ഷിയാർ എംപയർ പൂർണ്ണമായിട്ടും നശിക്കപ്പെട്ട് ആ പ്ലാനറ്റ് തന്നെ ഭസ്മമായി പോവുകയാണ്.
പോവുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യുക എന്ന് ജോണി സ്റ്റോം റീഡ് റിച്ചാർഡ്സിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടേ ഉള്ളൂ എന്ന് മാത്രമാണ് റീഡ് റിച്ചാർഡ്സ് മറുപടിയായിട്ട് പറഞ്ഞത്. ഇതേ സമയത്ത് കിങ് ഗിഡോറ അവസാനമായിട്ട് വിശ്രമിച്ച നെബുലയിലേക്ക് എത്തിയ നോറിൻ റാഡ് അഥവാ ഗലാക്ടസിന്റെ ഹെറാൾഡായ സിൽവർ സർഫർ കിങ് ഗിഡോറയുടെ ആബ്സെൻസിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഗലാക്ടസിന്റെ എമർജൻസി ആയിട്ടുള്ള ഒരു സന്ദേശം സിൽവർ സർഫർ കേട്ടത്. കോസ്മിക് ബാലൻസ് തന്നെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. ഒട്ടും സമയം പാഴാക്കാതെ സിൽവർ സർഫർ അതിവേഗത്തിൽ തന്റെ കോസ്മിക് മാസ്റ്ററായ ഗലാക്ടസിന്റെ പക്കലേക്ക് പോകുന്നു. ഇതേ സമയത്ത് ആസ്ഗാർഡിൽ ഓൾഫാദറായ ഓഡിൻ ആസ്ഗാർഡിയൻസിനെ എല്ലാം ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാക്കുകയാണ്. മിഡ്ഗാർഡ് അഥവാ എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസിനെ കൂടെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഓഡിൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ദി അവഞ്ചേഴ്സും എക്സ്മെനും ഹെലയും അവളുടെ ആർമിയും ലോക്കിയും എൻചാൻഡ്രസും എന്നുവേണ്ട സകലരും കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗോഡ്സിലെ നേരിടാനായിട്ട് ആസ്ഗാർഡിലേക്ക് എത്തിയിരിക്കുന്നു. ഗോഡ്സിലെ നേരിടാൻ മാർവൽ യൂണിവേഴ്സിലെ പവർഫുൾ ഹീറോസിനോടൊപ്പം ഓഡിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ലിസാർഡിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാമെന്ന് ഓൾഫാദറായ ഓഡിൻ പറയുന്നതോടെ ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. സാക്ഷാൽ ഓഡിനും എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസിനും ഗോഡ്സിലെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഗോഡ്സിലെ ഇല്ലാതാക്കാൻ പവർഫുൾ ഹീറോസ് എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അടുത്ത ഇഷ്യൂവിൽ ഗോഡ്സിലെയും മാർവൽ യൂണിവേഴ്സിലെ മൈറ്റിയസ്റ്റ് ഹീറോസും തമ്മിലുള്ള ഒരു വമ്പൻ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഗോഡ്സിലെ ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂവിനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ഈ കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂ ഇറങ്ങിയാൽ ഉടൻ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഗോഡ്സിലെ ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.